മൈ ഡിയേഴ്സ്, വെനസ് ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് കൊടുത്തു വിട്ടേക്കുന്ന ചോറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന കറിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കറിയെന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിട്ടേക്കുന്ന കറി എന്താണെന്ന് പോലും പറയുന്നില്ല. നിങ്ങളൊന്ന് ഗെസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇന്ന് ഞാൻ ഈ ആദ്യം തന്നെ കറിയൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ലഞ്ചിന് കൊടുത്തു വിട്ടേക്കുന്ന കറിയും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കൊടുത്തു വിട്ടേക്കുന്ന കറിയും പിന്നെ തോരനും, ഇത് മൂന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗെസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ കറക്റ്റ് ഗെസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഗെസ് ചെയ്ത് നോക്കൂ. അഥവാ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം കറക്റ്റ് ആണെങ്കിലും ഞാനത് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നോക്കട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു വിട്ടത് ദോശയായിരുന്നു. ദോശയുടെ കൂടെ ഞാൻ ഒരു കറി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എല്ലാം ഈസി റെസിപ്പീസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ കറക്റ്റ് ആണെങ്കിലോ. അഥവാ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ റെസിപ്പീസും ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഒരു ക്ലൂ തരാം, വെജ് ആണ്. അപ്പം 3 മണിക്ക് കാണാം. ടാറ്റാ.